എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലത്തെ ഒരു കാഴ്ചയാണ് കാണിച്ചിരുന്നത്. മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രതീക്ഷിക്കാതെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് വൈകിട്ട്, ഞാനും കുട്ടികളും മാത്രം. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടിയിട്ടാണ്. അപ്പോൾ അതെന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ ദീപാവലിയുടെ കാഴ്ചകളൊക്കെയാണിത്. വാണിഭം നടക്കുന്ന സമയമാണ്. എന്തായാലും ദീപാവലിക്ക് ഒരു ദിവസത്തെ ഒഴിവുണ്ട്. അപ്പോൾ അതിങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനും വേണ്ടി പോവാം. അങ്ങനെ പോയ സമയത്ത് പകർത്തിയതാണിത്. പിന്നെ വൈകിട്ടാണ് പോകുന്നത്. 6:30 നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ കാസർഗോട്ടേക്കാണ് പോകുന്നത്. അപ്പം 6:30 ബസ്സിനാണ് പോകുന്നതെന്ന് പറഞ്ഞ് KSRTCയിൽ പോയതാണ് 6:30. പക്ഷേ 6:30 ബസ് വന്നില്ല. എന്താ പറയുക, 6:30 ബസ് വന്നത്, ഞങ്ങൾ പോയത് 9:30 മണിക്കാണ്. KSRTCയിൽ നിന്ന് കയറിയത് 9:30 മണിക്ക്. കയറിയപാട് ഉറങ്ങി ഉണ്ണികൾ, അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരേ ഇരിക്കല്ലേ, 6:30 പോയിട്ട് നമ്മൾ 9:30 വരെ ഒരേ അവിടെ ഇരിക്കുന്ന കാരണം കുട്ടികൾക്കും ബോറടിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും രാവിലെ 5 മണിക്കാണ് അവിടെ എത്തുന്നത്. ഏട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് ഷൂട്ടുണ്ട് രാവിലെ. അപ്പം ഞങ്ങളതിനെ കൊണ്ടുവിട്ട പാട് ആൾ കുളിച്ചു മാറ്റി ഷൂട്ടിന് പോവുകയും ചെയ്തു. ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി, ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. എണീറ്റപ്പോൾ നല്ല നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയാവാനായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ റൂമിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ രാവിലെ എണീറ്റു, കുളിച്ച് ചായയൊക്കെ കുടിക്കുക, അങ്ങനെയുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ലൊക്കേഷനിൽ നിന്ന് കൊണ്ടുവരും ഞങ്ങൾക്ക്. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും ലൊക്കേഷനിൽ അവർ കൊണ്ടുവന്നിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും. എന്നിട്ട് അവർ പോവും. ഉച്ചയാകുമ്പോൾ ലഞ്ച് കൊണ്ടുവരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രം അവർ എടുത്തിട്ട് പോകും. അങ്ങനെ ചെയ്യാം. ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ടായിരുന്നു. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും. അയ്യോ, വീട്ടിലാണെങ്കിൽ ഒരു ചായക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം, അതിനൊരു കറി, പിന്നെ ചായ, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇത് സെറ്റിൽ നിന്നായതുകൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 ദിവസം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 3 ദിവസം സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിനോട് നമുക്ക് എന്ത് തോന്നും, വേണ്ടാന്ന് തോന്നും. വിശപ്പില്ലാതെ കഴിക്കുന്നൊരു അവസ്ഥയാവും. അങ്ങനെ ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, ഫസ്റ്റ് അല്ലേ വിചാരിച്ചു. ഉച്ചയ്ക്കും നമുക്ക് ദഹനം നടക്കാത്ത പോലെയാണ്. ഇത്രയും കഴിക്കണമുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ളത് അങ്ങനെയുണ്ട്. സത്യത്തിൽ ദീപാവലിയുടെ അന്നായതുകൊണ്ട് ഞങ്ങൾക്ക് പായസവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. ചോറും സാമ്പാറും ഒക്കെ ആയിട്ട്. ദീപാവലിക്ക് മധുരം കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇനിയുള്ള വീഡിയോ ഞങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെയാവും ഉണ്ടാവുക. 2 ദിവസം അവിടെ പോയതിന് ശേഷം 2 ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസുമായിട്ടാവും പിന്നെ ഇനി അടുത്തത് വരിക.
ഇത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണങ്ങളാണിത്. അങ്ങനെ സത്യത്തിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതൊന്നും അപ്പോൾ ഓർത്തില്ല. പിന്നെ എന്താ പറയുക, വെറുതെ എന്തോ അപ്പോൾ തോന്നിയതാണ്. അങ്ങനെ ചെറുമാതിരി ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. ചെയ്യായിരുന്നെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങൾ അന്ന് പോയ അന്നത്തെ വിശേഷം. അന്ന് പുറത്തൊന്നും പോയില്ല കേട്ടോ. വൈകുന്നേരം രാവിലെ റൂമിലെത്തി, ഉറങ്ങി, ചായ കുടിച്ചു, കുറച്ച് നേരം കിടന്നു, ഉച്ചഭക്ഷണം കഴിച്ചു, പിന്നെ എണീറ്റു. അങ്ങനെ ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരത്ത് ബാൽക്കണിയുടെ അവിടെ നിന്നിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ പിന്നെ ഏട്ടൻ രാത്രി 9:30 ആകുമ്പോൾ ആളെത്തും. വർക്ക് കഴിഞ്ഞിട്ട് 9:30ക്ക് ആളെത്തും. അതിന് ശേഷമാണ് രാത്രി ഭക്ഷണം കഴിക്കുക. നേരത്തെ ഫുഡ് വരും, പക്ഷേ ഏട്ടൻ വന്നതിന് ശേഷം ഒരുമിച്ച് കഴിക്കും. അപ്പോൾ രാത്രിക്ക് വിഭവങ്ങൾ കൂടുതലുണ്ടാവും. കഞ്ഞി കുടിക്കുന്നവർക്ക് കഞ്ഞി കുടിക്കാം, ചപ്പാത്തി, പുട്ട്, പിന്നെ ഫ്രൂട്ട് സാലഡ്, വെജിറ്റബിൾ സാലഡ്, പിന്നെ എന്താ പറയുക, പയറുപ്പേരി, തേങ്ങാ ചമ്മന്തി, ഉണക്കമുള്ളൻ, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ ഒരുപാടുണ്ടാവും ഐറ്റംസ്. ഏതാണെങ്കിലും നമുക്ക് കഴിക്കാം. അങ്ങനെ